അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. എന്നാ പറയുക, ആൺ പെൺ ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒറ്റ പരിപാടി ഉണ്ടാവത്തുള്ളൂ. ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക. കഷ്ടപ്പാടാണ് മോനെ, കഷ്ടപ്പാടാണ്. മരത്തിന് വേണമെങ്കിൽ ജിമ്മും രണ്ടും ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബിഗ് വലിയ വലിയ പ്രശ്നങ്ങളാണ്. കണ്ടോ, മൊത്തം പോയി വരഞ്ഞു പൊട്ടി. അതുപോലെ അങ്ങനെ ഉണ്ട്, കൈയെല്ലാം ഉണ്ട്. കണ്ട കയ്യ് പുറമെല്ലാം തിരുമ്മിട്ടിരിക്കുക കേട്ടോ. പുറമെല്ലാം വിലങ്ങിയിട്ട് ഇനി ഒരു മൂന്ന് പോരാ, ഒരു 4 ദിവസം ഇനി പണിക്കും പോകാൻ പറ്റില്ല, ജിമ്മിൽ പോകാൻ പറ്റില്ല, ഗ്രൗണ്ടിലും പോകാൻ പറ്റില്ല. എന്നറിയില്ല, എനിക്ക് ഈ ഒരു 2 മാസം എന്ന് പറയാം, 2 മാസം വൃത്തികെട്ട മാസം. ഞാൻ ഓർക്കുന്നു ഒരുത്തൻ എന്നോട് പറഞ്ഞായിരുന്നു, കമന്റ് ഇട്ടായിരുന്നേ, പ്രോയ്ക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ജിമ്മിൽ പോകാനും, കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ട് ജിമ്മിൽ പോകാനും സമയമുണ്ടല്ലോ എന്ന്. ആടാ, ഇങ്ങനെയൊക്കെ പണി കിട്ടുമ്പം ഭയങ്കര റെസ്റ്റിംഗ് ടൈം കിട്ടും കേട്ടോ. അത് 4-5 ദിവസം വേറെ ഒരു പണിക്കും പോകണ്ടല്ലോ, ജസ്റ്റ് ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ എന്നാ പുറം വിലങ്ങി ഇങ്ങനെ ഇരിക്കുമ്പം ഭയങ്കര റെസ്റ്റ് തന്നെയാണത്. ഇതിലെന്ന് പറയാം ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള പ്രാന്ത് പിടിക്കാന്ന് പറഞ്ഞ പരിപാടി എന്നാണെന്നറിയോ, അത് ഈ ജിമ്മിലും ഗ്രൗണ്ടിലും ഒന്നും പോകാണ്ട് ഇരിക്കുന്നത് തന്നെയാണ്. വെറുതെ ഇരിക്കാൻ ആർക്കും പറ്റും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾക്കില്ലേ, ഇങ്ങനെ പെട്ടെന്നൊരു ബ്രേക്ക് വരുമ്പില്ലേ ഭയങ്കര പ്രാന്താട്ടോ, ഭയങ്കര പ്രാന്തത്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കേട്ടോ. ചിലപ്പോൾ പൊട്ടറാന്നൊക്കെ പറയാം, നമ്മൾ പൊട്ടറാന്ന് പറയും. പക്ഷേ കണ്ടിന്യൂസ് ജിമ്മിൽ പോകുന്ന ഒരാൾക്ക്, ഇല്ല ഒരു ഗ്രൗണ്ടിൽ പോകുന്ന ഒരാൾക്ക് ആ ഒരു ടൈം, ഒരു 4:30 എന്ന് പറഞ്ഞൊരു ടൈമൊക്കെ ആകുമ്പോഴേ എന്നാ പറയുക, ഓട്ടോമാറ്റിക്കലി അവളെ ബാഗും ഷൂവും വാട്ടർ ബോട്ടിലും എല്ലാം സെറ്റ് ചെയ്ത് തന്നെ ഇറങ്ങി പോകും. അതങ്ങനെയാണ്. ജിമ്മിൽ കയറിയാലും വീട്ടിൽ വന്ന് കണ്ണാടി വയ്ക്കാൻ എൻ്റെ മെയിൻ പരിപാടിയാണ്. ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കും, എല്ലാ ഭാഗവും കവറാക്കി. വാവ്, നമുക്ക് തന്നെ ഒരു മനസ്സുഖം കേട്ടോ അത്. പക്ഷേ ഇതൊക്കെ ചിലർ കാണുമ്പോൾ ഇതൊക്കെ പറയും, എന്നാ പറയുക ഇവിടെ പട്ടി ഷോ എന്ന് പറയുന്നത്. എനിക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ അവരോട്.